ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാനാകുമോ എന്നായിരുന്നു വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. കണ്ണൂർ ജയിലിന്റെ വൻ മതിൽ ചാടിക്കടന്ന് കിണറ്റിൽ ഒളിക്കാനായി ഗോവിന്ദചാമിക്ക് മുന്നിൽ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ട്രെയിനിൽ യാത്ര ചെയ്യവേ സൗമ്യയെ പുറത്തേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമി 2011 പിടിയിലാകുമ്പോൾ കണ്ടതിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു 2016 സുപ്രീം കോടതി വധശിക്ഷ ഒഴിവാക്കുമ്പോൾ. കേസിൽ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറച്ചിരുന്നു. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം എങ്ങനെ ചെയ്തു എന്നത് സംശയകരമാണെന്നായിരുന്നു സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ 7.5 അടി ഉയരമുള്ള മതിലുകൾ ചാടിക്കേറിയ ഇയാൾക്ക് 23-കാരിയായ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ എന്തു പ്രയാസമെന്ന് വ്യക്തമായിരിക്കുന്നു. ഗോവിന്ദചാമി കൊടും ക്രിമിനലായിരുന്നുവെന്നും അംഗപരിമിതൻ എന്നത് ഗോവിന്ദചാമിക്ക് പരിമിതിയല്ലെന്നും പ്രതിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായ അഷ്റഫ് മണലടി പറഞ്ഞു. അംഗപരിമിതൻ എന്നുള്ളത് അവനൊരു കുറവല്ല, അത്രയ്ക്ക് ഹാർഡാണ് അവന്റെ ആരോഗ്യനില അങ്ങനെയാണ്. കാരണം അവൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാനിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടി ഉയരമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് 6 അടി അതിന് സൈസുള്ള ആളാണ്. എന്നെ പോലെ സൈസുള്ള 3-4 പേര് പോലീസുകാര് അവന്റെ ഒടിയാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെടാത്ത മറ്റു കൈ ഒന്ന് പിടിച്ചു ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത്രയും സ്ട്രോങ് ആണ് അവൻ. അപ്പൊ അവൻ അംഗപരിമിതൻ എന്നുള്ളത് അവനൊരു കുറവല്ല. ഈ ചാടാനും ജയിൽ ചാടാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും മറ്റുള്ള കുറവ. വധശിക്ഷ വിധിക്കപ്പെട്ടത് മുതൽ കണ്ണൂർ ജയിലിലാണ് ഗോവിന്ദചാമി. ശേഷിക്കുന്ന ജയിൽ ജീവിതം തമിഴ്നാട്ടിലാക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മരണപ്പെട്ട അഭിഭാഷകനായ അഡ്വക്കേറ്റ് BA ആളൂർ ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ 18 അടവുകളും പയറ്റിയതാണ്. മാധ്യമ വിചാരണയാണ് ഇയാളെ കുടുക്കിയതെന്നും നിരപരാധിയെന്ന വാദവും ഉയർത്തിയിരുന്നു. എന്നാൽ സൗമ്യ ബലാത്സംഗത്തിനിരയായി എന്നതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജീവപര്യന്തമെങ്കിലും ശിക്ഷ സുപ്രീം കോടതി നൽകിയത്. കണ്ണൂർ ജയിലിൽ ബിരിയാണി കിട്ടാത്തതുകൊണ്ടാണ് ഗോവിന്ദചാമി നിരാഹാര സമരം നടത്തിയത് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ജയിലിലെ സുഖജീവിതവും മടുത്ത് രക്ഷപ്പെടാനൊരുങ്ങി. ജയിൽ ചട്ടവും ക്രിമിനൽ നടപടി ചട്ടവും അനുസരിച്ച് ജയിൽ ചാടുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതിനാൽ ഇയാളുടെ നിലവിലെ ശിക്ഷാവിധി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഷബ്ന, ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.